ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂണിക് ഓൺലിയോ. നമ്മൾ ഈ ക്യാപ്ഷനിൽ ഓർ തംബ്ലൈനിൽ കണ്ടപ്പോൾ തന്നെ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്, ചാനൽ മോണിറ്റൈസേഷൻ ആയ ഒരു ഹാപ്പി ന്യൂസ് ആണല്ലേ. കാരണം നമ്മളെ ന്യൂ യൂട്യൂബേഴ്സിനൊക്കെ അറിയാൻ പറ്റും ഈ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറേ പാടുപെടുന്നുണ്ട്. അപ്പം ഇപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സായി. 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ ആയാൽ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്നാണ്. സോ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയോ എന്നാണ് നിങ്ങളുടെ ചോദ്യം എന്നറിയാം. അതാണ് നമ്മൾ ക്യാപ്ഷനിലും തംബ്ലൈനിലും കൊടുത്തത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പുതിയ യൂട്യൂബേഴ്സ്, എന്നെപ്പോലെ പുതിയ യൂട്യൂബേഴ്സിന് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക്, അതായത് ഞാൻ കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലത്തെ മിസ്റ്റേക്ക് നിങ്ങളും ചെയ്യാതിരിക്കട്ടെ. അപ്പം അങ്ങനത്തെ മിസ്റ്റേക്ക് ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെയാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക്, എന്തൊക്കെയാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ അതിന് മുന്നേ ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സായി 4000 വാച്ച് അവർ ആയാലാണ് നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുക. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ, എത്ര വരുമാനം കിട്ടി എന്നൊക്കെ അറിയാനാണ് നമ്മളെല്ലാവരും ഓരോ ഈ പുതിയ യൂട്യൂബേഴ്സിൻ്റെ ചാനൽസൊക്കെ നമ്മൾ ഈഗർലി വാച്ച് ചെയ്യുന്നത് അല്ലേ. അവർക്ക് എന്തെങ്കിലും ഏണിങ്സ് കിട്ടിയോ, നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. അത് ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ കാരണം പറഞ്ഞിട്ടല്ലേ നമുക്ക് ആ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ചാനൽ തുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ഈ നാട്ടുകാരും വീട്ടുകാരും തന്നെയാണ്. എന്തായാലും അവർ കാരണം നല്ലൊരു കാര്യമാണ് സംഭവിച്ചത്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഡോഗ്സ് അല്ലെങ്കിൽ ഏതൊരു ജീവിനെയും ഭയങ്കര ഇഷ്ടമാണ്, വളർത്താനും തൊടാനും ഒക്കെ ഇഷ്ടമാണ്. അതേപോലെ എൻ്റെ വൺ ഓഫ് മൈ ഡ്രീമാണ് ഈ ഡോഗ്സിനെ വളർത്തുക എന്നുള്ളത്. ചെറുപ്പത്തിലേ ഞാൻ എവിടെയെങ്കിലും ഒരു നായ്ക്കുട്ടീനെ കണ്ടാൽ വീട്ടിൽ കൊണ്ടുവരും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ വളർത്താൻ സമ്മതിക്കാറില്ല. മേ ബി എൻ്റെ അച്ഛൻ അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ സമ്മതിക്കാറില്ല. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയൊരു ഒരു ചാൻസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്രയോ ഒരു ആഗ്രഹമാണ്. ഇത് ആഗ്രഹമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നമുക്ക് വീട്ടിൽ പൂച്ചക്കുട്ടീനെ വളർത്താം, നായ്ക്കുട്ടീനെ വളർത്താം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഒരു സ്വപ്നമായിട്ട് തന്നെ, ഡ്രീമായിട്ട് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ലിയോണേനെ 4 മാസമായ സമയത്താണ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഇവരുടെ ക്വസ്റ്റ്യൻസൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വണ്ടറായിട്ട് ഫസ്റ്റ് തോന്നി. എന്തൊക്കെയാണ് ഞാൻ പറയാം. പിന്നീടാണ് എനിക്കത് ഇവരെന്താ ഇങ്ങനെ എന്നുള്ളൊരു സംഭവം തോന്നാൻ തുടങ്ങി. ഒരു ദേഷ്യവും ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ. എന്താണ് ചോദ്യം എന്ന്, ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ നാട്ടുകാർ മീൻസ് കുടുംബക്കാരും അയൽവാസികളും ഒക്കെ തന്നെ അവരൊക്കെ കാണുന്നുണ്ടാവും. എന്താണ് അവർ ഇങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ കോമൺലി ഡോഗ് ചാനൽസൊക്കെ നോക്കുകയാണെങ്കിൽ, ഡോഗ് പാരൻസിനെ നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. അതായത് അവളെ കൊണ്ടുപോകുന്ന സമയം തൊട്ട് വീട്ടിൻ്റെ അകത്താണ് വളർത്തൽ. അപ്പം ഇവർ ചോദിക്കുന്നത്, വീട്ടിൻ്റെ അകത്താണോ ഡോഗ്സിനെ വളർത്തുന്നത്, ക്രിമിനൽ കുറ്റം പോലെ. അമ്മോ, വീട്ടിൻ്റെ അകത്താണോ ഡോഗ്സിനെ വളർത്തുന്നത്? പിന്നെയുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തൊടാറുണ്ടോ? ഇപ്പം അമ്മ ഇട്ട ഒരു മാക്സി, അവളെ തൊട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഇടുന്ന സമയത്ത്, ഈ മാക്സി ഇട്ടിട്ടില്ലായിരുന്നോ നിങ്ങൾ അവളെ കുളിപ്പിച്ചത്? ഈ മാക്സി ഇട്ടിട്ടല്ലേ നിങ്ങൾ അവളെ തൊട്ടത്? ഐ മീൻ, ഈ ഡോഗ്സിനെ തൊടുന്നത് പോലും എന്തോ ഒരു തെറ്റായിട്ടുള്ള കാര്യം, ഡോഗ്സിനെ വീട്ടിൻ്റെ അകത്ത് വളർത്തുന്നത് എന്തോ ഒരു തെറ്റായിട്ടുള്ള കാര്യം, എന്തോ ഭയങ്കരമായിട്ട് എല്ലാവരും, ചുറ്റുള്ള അധികം ആൾക്കാരും, എനിക്ക് തോന്നുന്നത് ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ടും അവർക്കുള്ള ഒരു ഇത് കൊണ്ടായിരിക്കണം ഈ ഡോഗ്സ് വീട്ടിൽ വളർത്തുക എന്നൊക്കെ പറയുന്നത്. എന്തോ ഈ ചുറ്റുപാടിൽ അങ്ങനെ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. അധികം അവരെല്ലാം ഡോഗ്സിനെ ഈ കൂട്ടിൻ്റെ അകത്ത് അടച്ചു വെച്ച് ഫ്രെയിം ചെയ്ത് വെച്ച് അങ്ങനെ ഒരിക്കലും ഒരു ജീവിനെ വളർത്താൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ബിക്കോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോഗ്സ് ആണെങ്കിലും ഏതൊരു ബേഡ്സ് ആണെങ്കിലും നമ്മളിങ്ങനെ നമ്മളെ ഒരു കൂട്ടിൻ്റെ അകത്ത് അടച്ചു വെച്ചാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു സ്ഥിതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ പോരെ. അതേപോലെ തന്നെ ജീവനുള്ള ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ ജീവികൾ മുഴുവൻ. അവരെയൊക്കെ ഈ കൂട്ടിനകത്ത് അടച്ചു വെച്ച് ഫുഡ് കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ ലിയോണേനെ ഇപ്പോൾ അവരുടെ സ്വൈര്യക്കേട് കാരണം അവർക്കൊരു കൂടുണ്ടാക്കി എന്താ വെച്ചാൽ, എപ്പോഴും വീട്ടിൻ്റെ അകത്തിട്ട് വളർത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഞാനും അമ്മയും ഒക്കെ പുറത്ത് പോകുന്ന സമയത്തിൻ്റെ അകത്ത് തന്നെ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂടുണ്ടാക്കി പുറത്ത് കൂട്ടിൻ്റെ അകത്ത് ഇടാറുണ്ട്. അല്ലാണ്ട് പ്രോബ്ലി ഞങ്ങൾ അകത്ത് തന്നെയാണ് മിക്കവാറും ഇടാറുള്ളത്. കാരണം നമ്മളെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ തന്നെയാണ് ഡോഗ്സ്. പാരൻസിനല്ലേ ഡോഗ്സിനെ ഇഷ്ടമുള്ള ആൾക്കാർ, ഡോഗ്സിനെ വളർത്തിയ ആൾക്കാർക്ക് മനസ്സിലാവും. അവർ നമ്മളുടെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവർ നമ്മളെ വീട്ടിലൊരു അംഗമാണ്. അവരെക്കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്, ഭയങ്കര ദേഷ്യവും തോന്നുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് അവരോട് പറയാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇതൊക്കെ പറയണമെന്ന് വിചാരിച്ചു.
പറയണമെന്ന് വിചാരിച്ച സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ കൂടെ നിൽക്കാനും ആരും ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് തോന്നി. അങ്ങനെ ഇപ്പം നോക്കുന്ന സമയത്ത് നമ്മളെ ലിയോണനെ സ്നേഹിക്കാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാണാനും ഒക്കെ വ്യൂവേഴ്സ് ഉണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇതിലൂടെ ഇത് പറയാമെന്ന് വിചാരിച്ചത്. അതുമാത്രമല്ല, ഈ വീട്ടിൽ അവർ വന്നിട്ട് ഇവിടെ ഡോഗ്സ് ഇരിക്കാറില്ലേ, അവിടെ ഇരിക്കേണ്ട കേട്ടോ, ഡോഗ്സിനെ നിങ്ങളിവിടെ കിടത്താറുണ്ടോ, നായയെ ഇവിടെ കിടത്താറുണ്ടോ, ഈ പട്ടി ഇവിടെ കിടക്കാറുണ്ടോ, അവിടെ അവളുടെ രോമം ഉണ്ടാവും, അവിടെ ഇരിക്കേണ്ട കേട്ടോ, ഇങ്ങനെയൊക്കെ വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരോടൊക്കെ എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് ഹേർട്ടാകുന്ന ഒരു സംഭവമാണ്. അവളെ കെട്ടിപ്പിടിച്ചോ അവളെ കൂടെ നടത്തി അവളെ മടിയിൽ ഇരുത്തി നടക്കുന്ന നമ്മളോട് ചോദിക്കുകയാണ്, അവൾ ഇവിടെ ഇരുന്നത് കൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റൂല, അവിടെ ഇരുന്നത് കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ നമ്മളെ വീട്ടിൽ കയറി പറയുന്ന ആൾക്കാരോട് എന്താ. അതൊക്കെ എനിക്ക് അങ്ങനെയുള്ള കുറേ ഇൻസിഡൻസ് ഉണ്ടായ സമയത്താണ്. ഇത് നിങ്ങളെ വീട്ടിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് പറയണം, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടോ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളൊരു സംഭവം വന്ന സമയത്താണ് ഞാനൊരു ചാനൽ എന്തായാലും തുടങ്ങണം, എൻ്റെ ലിയോണ എങ്ങനെയാണ് ഞങ്ങൾക്ക് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ. മീൻസ് ഇങ്ങനെ ഇനി മേലാതെ പറയരുത് എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ മെയിൻലി തുടങ്ങിയത്. സോ ഇതാണ് ഈ യൂണിക്കോൺ ലിയോൻ്റെ ഒരു തുടക്കത്തിനുള്ള കാരണം എന്ന് പറയാം. പിന്നെ മെയിൻലി നമ്മളോട് ചോദിക്കുന്നത്, ഈ ഡോഗ്സിനെ വളർത്തുന്ന സമയം കൊണ്ട് വല്ല കോഴിനെയോ ആടിനെയോ പശുവിനെയോ വളർത്തിക്കൂടെ, എന്നാൽ പാലും മുട്ടയും കിട്ടൂലേ, ചാണകം കിട്ടൂലേ, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. അവരോട് പറയാനുള്ളത്, നമുക്ക് എന്താണ് ഇഷ്ടം അതിനെ വളർത്തുക. പശുവിനെയും കോഴിനെയും ഇതൊക്കെ വളർത്താൻ ഇഷ്ടമുള്ള ആൾക്കാർ അതിനെ വളർത്തുക, ചെടി നട്ട് വളർത്താനുള്ള ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുക, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ പശുവിനെയും കോഴിനെയും ആടിനെയൊക്കെ വളർത്തുമ്പോൾ നമുക്ക് മുട്ടയും പാലും കിട്ടുന്ന പോലെ തന്നെ ഇവരുടെ ഒരു കുട്ടി ഉണ്ടായാൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് അതിന് അങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമാണ് നമ്മൾ എന്ത് വളർത്തണം എന്നുള്ളത് നമ്മളിഷ്ടമാണ്. അതിനൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ, ഇതിനെക്കൊണ്ട് എന്ത് ഉപകാരം, എന്തിനു വളർത്തുക, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ പശുവിനെയും ഇതിനൊക്കെ വളർത്തുന്നത് അവർക്ക് എന്താണ് ഈ പാലും മുട്ടയ്ക്ക് വേണ്ടിയിട്ട് തന്നെ വളർത്തുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഇത് ചിലർ ഇഷ്ടത്തോടെ വളർത്തുന്നതായിരിക്കാം. ഏണിങ്സിന് വേണ്ടിയിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട്. ഡോഗ്സിനെ വളർത്തി അതിൻ്റെ കുട്ടികളെ ഉണ്ടാക്കി വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ രീതിയിൽ നോക്കുകയെന്ന് വെച്ചാൽ ഓരോരുത്തർ ഇഷ്ടം പോലെ ഓരോരുത്തർ ചെയ്യട്ടെ. ഇന്നൊരു കാര്യം, ഈ ഡോഗ്സിനൊക്കെ വളർത്തുമ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്തായാലും നമ്മൾ വീക്ക്ലി വൺസ് കുളിപ്പിക്കണം. ഡെയിലി കുളിപ്പിക്കാൻ പാടില്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഡെയിലി കുളിപ്പിക്കാൻ പാടില്ല, ഡോഗ്സിന് ഒരിക്കലും ഡെയിലി കുളിപ്പിക്കാൻ പാടില്ല. പിന്നെ വീക്ക്ലി വൺസ് നമ്മൾ കുളിപ്പിക്കണം. പിന്നെ എന്താണ്, അവരുടെ സ്പ്രേ ഉണ്ട്, അവരുടെ ഷാമ്പൂ തന്നെ യൂസ് ചെയ്ത് കുളിപ്പിക്കുക. അവരുടെ സ്പ്രേ ഉണ്ട്, അവരുടെ ഷാമ്പൂ, അവരുടെ പൗഡർ, ഇങ്ങനെ അവരുടേതായിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. ഡെയിലി കോംബ് ചെയ്ത് കൊടുക്കുക, വീക്ക്ലി വൺസ് പല്ല് തേപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ്സിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചെള്ള് വരാതിരിക്കാനും അവരുടെ മരുന്നുകൾ, ഇതൊക്കെ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക. അവരുടെ ഒരു ലൈസൻസ് ബുക്ക് ഉണ്ട്, അത് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ഇതൊക്കെയാണ് ഡോഗ്സ് പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഇവളുടെ അമ്മ ലൈക്ക, അതായത് ലിയോണയുടെ അമ്മ ലൈക്കൻ്റെ ഫോട്ടോസൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്. ബാംഗ്ലൂരാണുള്ളത്. അവിടെ അവർ ഫ്ലാറ്റിലാണ് വളർത്തുന്നത്. ആ ഫ്ലാറ്റിൽ റൂമിൻ്റെ ഉള്ളിൽ അവർക്കൊരു കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെയൊക്കെ അത് കോമൺ ആയിട്ടുള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ ഫ്ലാറ്റിലും ഒക്കെ ഡോഗ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷേ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരുടെ ഒക്കെ മൈൻഡിലെ ഡോഗ്സ് ഒന്നും ഒരിക്കലും അകത്ത് ഇടാൻ പാടില്ല, അങ്ങനത്തെ ഇപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടവും കാര്യങ്ങളും ആണ്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് എന്നാണ് പറയാൻ വന്നത്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങളെല്ലാം വിഗർലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം, ഇത്രയും വളച്ചൊളിച്ചതിന് സോറി. അപ്പോൾ നമ്മുടെ മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ചാനൽ മോണിറ്റൈസേഷൻ ആകുമെന്നുള്ളത്. അതായത് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി, ഇനി 4000 വാച്ച് അവറും കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. അപ്പം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ്, ഇനി വാച്ച് അവർ എന്ന് പറയുന്നത് 4000 കിട്ടണം. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, പിന്നെ റീസെൻ്റ്ലി ഉള്ള മന്ത്സിലൊക്കെയുള്ള ആ ഒരു നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിലുള്ള എലിജിബിലിറ്റി ആ ഒരു പേജ് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ടിടാം. അതിൽ എനിക്ക് മെയിൻലി ഞാനിപ്പോൾ 100 സംതിങ് വീഡിയോസാണ് ഇട്ടത്. 4 മന്ത്സ് ആയിട്ടേ ഉള്ളൂ. അതിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. വാച്ച് അവർ എനിക്ക് 2000 ആണ് കിട്ടിയിട്ടുള്ളൂ. 4000 ആയാലാണ് നമുക്ക് ഫുൾ എലിജിബിലിറ്റി. ഹാഫ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 3000, 3000 ഉണ്ടെങ്കിൽ ഹാഫ് എലിജിബിലിറ്റി ആണ്. പക്ഷേ നമുക്ക് 3000 തന്നെ ആയിട്ടില്ല, 2000 ഉള്ളൂ. പക്ഷെങ്കിൽ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു
2 മിനിറ്റ്സ് വീഡിയോ ഒരു സന്ധ്യാസമയത്ത് നാമം ജപിക്കണം എന്നുള്ള ഒരു 2 മിനിറ്റ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് 65,000 വ്യൂവേഴ്സ് എത്താനുണ്ട്. പക്ഷെ അത് 2 മിനിറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിൽ നിന്നാണ് 1000 വാച്ച് അവർ കിട്ടിയത്. അതൊരു 5 മിനിറ്റോ 4 മിനിറ്റോ ആയിരുന്നെങ്കിൽ, ആ ഒരു വീഡിയോ 4 മിനിറ്റ് ആയിരുന്നു 64,000 വ്യൂവേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴേക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനി ഇതുപോലെ ലോങ് വീഡിയോസ് ഇടുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഒരു 4 മിനിറ്റ്സ് എങ്കിലും ഉണ്ടാവണം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോ ഏതാണ് ക്ലിക്കാവുക, എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. നല്ലൊരു കണ്ടൻറ്റ് നമ്മൾ ഇടുന്നതൊക്കെ നമുക്ക് നല്ലതായിരിക്കും. പ്രേക്ഷകർക്ക് അത് എങ്ങനെയാണ്, വ്യൂവേഴ്സ് എങ്ങനെയാണെന്ന് അറിയില്ല. അവരത് കണ്ട് ഒരു മോസ്റ്റ്ലി ഒരു 2K ഒരു 20,000 ഒക്കെ ആകുന്ന സമയത്ത് തന്നെ 4 മിനിറ്റ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വാച്ച് അവർ കംപ്ലീറ്റ് ആവാനായി. സോ നമ്മൾ ഇടുന്ന വീഡിയോസ് ഒരു 4 മിനിറ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ, അത് ട്രെൻഡിങ് ആയിട്ട് വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ അത് മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ 2 മിനിറ്റ്സ് വീഡിയോ ഇപ്പോൾ ഒരു 65,000 കണ്ട സമയത്ത് അതൊരു 4 മിനിറ്റ്സ് ആയിരുന്നെങ്കിൽ വാച്ച് അവർ കംപ്ലീറ്റ് ആവുമായിരുന്നു. അപ്പം എൻ്റെ വാച്ച് അവർ ഇതുവരെ കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് മോണിറ്റൈസേഷൻ ആയില്ല. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മളെ കമൻറ്റ് കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ഇടും, ന്യൂ ഫ്രണ്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ സബ് എന്നൊക്കെ ഉള്ളത് സ്പാമായിട്ട് പോകും. അതായത് നമ്മളിപ്പം എന്നെ വന്നിട്ട് ന്യൂ ഫ്രണ്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരാൾ കമൻറ്റ് ഇട്ടു, അത് സ്പാം മെസ്സേജ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ ആ ആളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നമ്മളെ സബ്സ്ക്രൈബ് കൗണ്ട് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ദയവായിട്ട് ഒരുമിച്ച് മുന്നേറാം, സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ എന്നുള്ള സ്പാം മെസ്സേജസ് ഒക്കെ കഴിയുന്നത് ഒഴിവാക്കുക. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ വന്ന് 2-3 കമൻറ്റ് ഇടുന്ന ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് നോക്കാൻ പറ്റും, നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്. അതെങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുക്കാം. അതിൽ ഞാൻ നോക്കും, നമുക്ക് 2-3 കമൻറ്റൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നതാണ് എന്നുള്ളൊരു തോട്ട് വരും. അപ്പം ഞാൻ എന്താക്കും, തിരിച്ചവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ 24 hours കഴിയാതെ നമ്മൾ ഒരിക്കലും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പാടില്ല. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ കമൻറ്റ് നോക്കിയാൽ 1 day ago എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സ്പാമായിട്ട് നമ്മളെ സബ്സ്ക്രൈബിങ് കൗണ്ട്സ് കുറയും. ഓക്കെ. പിന്നെ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മെയിൻലി, ഞാൻ ഇതുവരെ ഫേസ് കാണിച്ചിട്ടില്ല. ഫേസ് കാണിക്കാൻ ഞാൻ വിചാരിച്ചു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്കൊരു സപ്പോർട്ടേഴ്സൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് മാത്രം ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാമെന്നുള്ളത് ഞാനൊരു തീരുമാനം എടുത്തായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സായി, മോണിറ്റൈസേഷൻ ആവാനായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫേസ് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു മടിയും ചമ്മലൊക്കെ ഉണ്ടാവും. ബിക്കോസ് മെയിൻലി എനിക്ക് മെയിൻലി സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ. അതായത് ഇപ്പം നോക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ PG കഴിഞ്ഞു, B.Ed കഴിഞ്ഞു, സ്കൂളിൽ വർക്ക് ചെയ്തു. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ ഫ്രണ്ട്സ്, ഫാമിലി, കസിൻസ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് എന്ന് പറഞ്ഞ ഒരു മോസ്റ്റ്ലി ഒരു 10,000 ആൾക്കാർ നമുക്ക് അറിയുന്ന ചുറ്റുമുണ്ട്. എന്നിട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഒരു 4 മാസം എടുത്തു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ കൂടെ നിൽക്കുന്ന ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ, നമ്മളെ അറിയുന്ന ആൾക്കാർ. മോസ്റ്റ്ലി നമ്മളെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നത് ഔട്ട്സൈഡേഴ്സ്, നമുക്കറിയാത്ത കുറേ ആൾക്കാരാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനും കളിയാക്കാനും, ഇപ്പം പുറത്തേക്ക് പോകുമ്പോൾ യൂട്യൂബേഴ്സ് ആണല്ലോ, പുതിയ യൂട്യൂബർ ആണല്ലോ, ചാനൽ പൈസ ഒക്കെ കിട്ടാൻ തുടങ്ങിയോ, കളിയാക്കി ചോദിക്കുന്ന ആൾക്കാരുണ്ട്, സപ്പോർട്ടീവായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്ന, അതായത് എൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മോസ്റ്റ്ലി ഇതിൽ കമൻറ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്കറിയാത്ത ആൾക്കാരാണ്. അവരോടൊക്കെ ഭയങ്കര സ്നേഹം തോന്നുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയുന്നതിൽ. ഈ ചാനലുള്ള ആൾക്കാരാണെങ്കിൽ തിരിച്ച് ഞാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് നമ്മളെപ്പോഴും കണ്ടിന്യൂ ചെയ്യുക. മോസ്റ്റ്ലി ഞാൻ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും തിരിച്ച് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അത് പിന്നെ ഇറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ തിരിച്ച് എന്തായാലും സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഷോർട്സ് ഇടുന്ന സമയത്ത് എല്ലാവരും പറയുന്നതാണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്ലൈൻസ് ഇടണം, അല്ലെങ്കിൽ ക്യാപ്ഷൻസ് ഒക്കെ കൊടുക്കണം. ഷോർട്സ് ഇടുന്ന വെച്ചാൽ നമ്മൾ ഷോർട്ടായിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. അതായത് പ്രേക്ഷകരെ, നമ്മളെ വ്യൂവേഴ്സിനെ നമുക്ക് തന്നെ പെട്ടെന്ന് ക്യാച്ചായിട്ടൊരു, നമുക്ക് പെട്ടെന്ന് കാണണം, ഇതെന്താ സംഭവം എന്ന് തോന്നുന്ന തരത്തിലൊരു ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഷോർട്സ് പിന്നും കാണും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷോർട്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വീഡിയോസ് തന്നെ ടൈറ്റിൽ കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടെ വ്യൂവേഴ്സ് കൂടും. പിന്നെ എൻ്റേത് ഒരു ഡോഗ്സിൻ്റെ ചാനലായതുകൊണ്ട് തന്നെ ഡോഗ്സിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയേ ചെയ്യുള്ളൂ. ഡോഗ്സിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും കാണാൻ നിൽക്കില്ല. അപ്പം
അതങ്ങനെയാണ് ഉണ്ടാവുള്ളൂ. നിങ്ങളത് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതിൽ മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ കോമഡി വീഡിയോസിനാണ് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കമൻറ്റും ഒക്കെ ഉള്ളത്. ഏതെങ്കിലുമൊക്കെ ഓഡിയോസ്, കോമഡി ഓഡിയോസിന് ഇവിടെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്താണ് അതിനാണ് ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഷോർട്സ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വീഡിയോസ്, ലോങ് വീഡിയോസ് നമുക്ക് വ്യൂസ് കിട്ടുക എന്ന് പറയുന്നത് കുറവാണ്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ തന്നെ നോക്കിയാൽ നമ്മൾ എത്ര ആൾക്കാർ ലോങ് വീഡിയോസ് കണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അധികം യൂട്യൂബ് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലോങ് വീഡിയോസിന് വ്യൂസ് എന്തായാലും കുറവാകാനാണ് ചാൻസ് ഉള്ളൂ. അതിന് അത്രയും ടോപ്പായിട്ടുള്ള കണ്ടൻറ്റ് വേണം, അല്ലെങ്കിൽ അത്രയും നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് വ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കണ്ടന്റ് ഉണ്ടാകാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നല്ല ഉണ്ടാവുക. അതായത് ഞാൻ ആ സന്ധ്യാസമയത്ത് നാമം ജപിക്കണം, ജസ്റ്റ് വെറുതെ അവളെപ്പോഴും സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് വന്ന് നാമം ജപിക്കുന്നതാണ്. അത് ഞാൻ ജസ്റ്റ് അതുകൊണ്ടാണ് 2 മിനിറ്റ്സിൽ വെറുതെ ഒന്നിട്ടതാണ്. പക്ഷെ അതാണ് ക്ലിക്കായി ട്രെൻഡായിട്ട് പോയിട്ടുള്ളത്. അതുപോലെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിക്കുന്നതായിരിക്കും ട്രെൻഡിങ് ആയിട്ട് വ്യൂവേഴ്സ് കൂടെ. അപ്പോൾ നമ്മൾ എന്താക്കുക, നമുക്ക് ഇടുക, നമ്മൾ നല്ല കണ്ടൻറ്റ് നമുക്ക് തോന്നുന്ന ക്ലാരിറ്റി ആയിട്ട് വൃത്തിയായിട്ട് ഒരു തംബ്ലൈനൊക്കെ വെച്ച് നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പം ബാക്കി നാം പാതി ദൈവം പാതി അത്ര ചിന്തിച്ചാൽ മതി. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്താണോ ഇഷ്ടം നമ്മളത് ചെയ്യാം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഇഷ്ടമുള്ള ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ആൾക്കാർ അക്കൗണ്ട് എടുക്കുന്നുണ്ട്, അവർ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, റീൽസ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് യൂട്യൂബ്. ഈ യൂട്യൂബ് കുറച്ചുകൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ആൾക്കാർ അധികം തുടങ്ങുന്നില്ല എന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടോ, ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഇവരൊക്കെ ഫോട്ടോസും റീൽസും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല ഡെയിലി ലൈഫിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ 100 ആൾക്കാരുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ അഗെയിൻസ്റ്റ് ആക്കാൻ നെഗറ്റീവ് പറയാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് കമൻറ്റ്സ് നോക്കുക, നെഗറ്റീവ് കമൻറ്റ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുക മാക്സിമം. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക, ഇല്ലെങ്കിൽ നമ്മളത് നെവർ മൈൻഡായിട്ട് എടുക്കുക. അത്രയേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ വീഡിയോസിനെ കുറിച്ച് തന്നെ നോക്കിയിരിക്കുക. അതായത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിലെത്ര വ്യൂവേഴ്സ് ഉണ്ട്, അതിലെത്ര ലൈക്ക് ഉണ്ട്, എത്ര കമൻറ്റ് ഉണ്ട്, ഇത് മാത്രം നമ്മൾ നോക്കിയിരിക്കൊണ്ടിരിക്കുക. അതായത് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം. അതെങ്ങനെയാണെന്ന് അറിയാലോ, നമ്മൾ സോങ്സ് യൂസ് ചെയ്യുമ്പം കോപ്പിറൈറ്റ് ഇഷ്യൂസ്, അതായത് സോങ്സ് ഒന്നും യൂസ് ചെയ്യരുത്. റീൽസിന് നമുക്ക് യൂട്യൂബിലുള്ള സോങ്സ് യൂസ് ചെയ്യാം. അല്ലാതെ ആണെങ്കിൽ നമ്മൾ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന സോങ്സ്, ലോങ് വീഡിയോസിന് നമ്മൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികം ഓഡിയോസ് എടുക്കലുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യാല്ലാണ്ട് വേറെ സോങ്സ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അങ്ങനെയുള്ള സമയത്ത് മാത്രം അത്യാവശ്യമാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്നല്ലാതെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് പിന്നെ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അത്രയും ഇതാണെങ്കിൽ നമ്മൾ എന്താക്കുക, പ്രൈവറ്റ് ആക്കി വെക്കുക. ഡിലീറ്റ് ചെയ്യാതെ പ്രൈവറ്റ് ആക്കി വെക്കുക. അങ്ങനെ വെച്ചാൽ പിന്നെ നമുക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കുക, അല്ലാതെ ഡിലീറ്റ് ചെയ്യരുത്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്, അത് അപ്ലോഡ് ചെയ്യണ്ടായിരുന്നു, അതൊരു രസമല്ലല്ലോ. തുടക്കം എന്ന രീതിയിൽ ഇപ്പം ഞാൻ തന്നെ നമ്മൾ പറയുമ്പം ഇനി നമ്മൾ ഇമ്പ്രൂവ് ആയി പ്രാക്ടീസ് മേക്ക് എ പെർഫെക്റ്റ് എന്നല്ലേ, നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് പ്രാക്ടീസിലൂടെ പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. അപ്പം നമ്മളിപ്പോൾ തുടക്കത്തിൽ ചെയ്യുന്ന മിസ്റ്റേക്സൊക്കെ കുറച്ച് കഴിയുമ്പോൾ അയ്യോ അതെന്ത് അബദ്ധമാണെന്ന് തോന്നും. എന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ആക്കണ്ട. അങ്ങനെ തന്നെയാണ് എല്ലാ ചാനലും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പിലുള്ള ചാനൽസ് പോലും അവരുടെ ഫസ്റ്റ് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ പോലെ തന്നെ തുടക്കക്കാർ അങ്ങനെയാണ് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നത്. അപ്പം അതിൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ആക്കാൻ പാടില്ല, വേണമെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കാം. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ടെങ്കിൽ എപ്പോഴും നമ്മളെ യൂട്യൂബ് ചാനൽ കയറി നോക്കാൻ പാടില്ല. പിന്നെ നമ്മൾ ചാനലിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റായിട്ടും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. കുറച്ച് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വ്യൂസുള്ള ആൾക്കാർ കാണുന്ന കുറച്ച് വീഡിയോസ് 2 പ്ലേലിസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ച് വീഡിയോസെല്ലാം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ആൾക്കാർ നമ്മളെ ചാനൽ നോക്കുന്ന സമയത്ത് ബൾക്കായിട്ട് കുറേ വീഡിയോസ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഷോർട്സ് എന്തായാലും പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം വ്യൂസൊക്കെ ഉള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ഒരു പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇപ്പോൾ ചാനൽ ഏതാണോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടായിരിക്കണം പ്ലേലിസ്റ്റ് ഉണ്ടാവേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ നമ്മളെ കാറ്റഗറി ചൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കാറ്റഗറി, ഇപ്പം ഞാനാണെങ്കിൽ ഡോഗ്സിൻ്റെ ആകെ പെറ്റ് ആൻഡ് ആനിമൽ ആണ് കാറ്റഗറി വരുന്നത്. പിന്നെ നമ്മൾ ടാഗ്സ് കൊടുക്കുമ്പോൾ ടാഗ് കറക്റ്റായിട്ട് കറക്റ്റായിട്ടുള്ള ടാഗ്സ് കൊടുക്കണം.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുന്ന സമയത്തും കറക്റ്റായിട്ട് ഹാഷ്ടാഗ് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഫൈനലി ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ, 4000 വാച്ച് അവറും കൂടെ വേണം. ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടഫുള്ള കാര്യമാണ്. കാരണം ലോങ് വീഡിയോസ് കാണാൻ വ്യൂവേഴ്സ് കുറവാണ്. റീസെൻ്റ്ലി നമ്മളൊക്കെ ഷോർട്ട് വീഡിയോസ് അഡിക്റ്റഡ് ആണ്. സോ ലോങ് വീഡിയോസ് അത്രയും അട്രാക്റ്റീവ് ആൻഡ് കണ്ടൻറ് ആയിരിക്കണം, എന്നാലേ ട്രെൻഡിങ് ആയിട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇടുന്ന ലോങ് വീഡിയോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 മിനിറ്റ് എങ്കിലും മസ്റ്റായിട്ട് ഉണ്ടാവണം. ഇപ്പോൾ അത് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാച്ച് അവർ കിട്ടാൻ അത് മാത്രം മതി. സോ ഇത്രയാണ് പറയാനുള്ളൂ. നിങ്ങൾക്ക് ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് അറിയിക്കാം. പോസിറ്റീവ് കമൻ്റ് ആണെങ്കിൽ നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ ഒരുപോലെ സ്വീകരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക് യു.